ഇറാനിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. വൻ പ്രതിഷേധത്തിനിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. കടലുകൾക്കപ്പുറം ഇറാനിൽ നിന്ന് ഉയരുന്നത് കത്തുന്ന പ്രതിഷേധത്തിന്റെ വാർത്തകളാണ്. വിലക്കയറ്റത്തിലും സാമ്പത്തിക തകർച്ചയിലും പൊറുതിമുട്ടിയ ജനങ്ങൾ തെരുവിലേക്കിറങ്ങിയതോടെ രാജ്യം മുൾമുനയിലായിരിക്കുകയാണ്. പ്രവാസിയായ മുൻ കിരീടാവകാശി റസ പഹ്ലവിയുടെ ആഹ്വാനം കൂടി എത്തിയതോടെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തിനാണ് പേർഷ്യൻ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇറാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഏകദേശം 10,000-ഓളം ഇന്ത്യക്കാരാണ് ഇറാനിൽ കഴിയുന്നത്. ഇവരുടെ സുരക്ഷ മുൻനിർത്തി വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ അറിയിച്ചതാണിത്. അതേസമയം പ്രതിഷേധക്കാരെയും അമേരിക്കയെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി രംഗത്തെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഹങ്കാരി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പ്രക്ഷോഭകാരികൾ വിദേശ രാജ്യങ്ങളെ പ്രീണിപ്പിക്കാൻ സ്വന്തം നാടിനെ തകർക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. എന്നാൽ ഇറാൻ ജനതയെ തൊട്ടാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും നരകം കാണിച്ചു കൊടുക്കുമെന്നുമാണ് ട്രംപിന്റെ മറുപടി. ഇതുവരെ 42 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും 2000-ലധികം പേരെ ഭരണകൂടം തടവിലാക്കിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുറം ലോകം ഈ ക്രൂരതകൾ അറിയാതിരിക്കാൻ ഇന്റർനെറ്റും ടെലിഫോൺ ബന്ധങ്ങളും സർക്കാർ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. തെരുവുകളിൽ വാഹനങ്ങൾ കത്തിയെരിയുന്നതായും മെട്രോ സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സമാധാനത്തിന്റെ പാതയിലേക്ക് രാജ്യം എപ്പോൾ മടങ്ങി വരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.